ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിൽ നിന്നൊരു സുഹൃത്തിനെ ലഭിച്ചിരിക്കുന്നു. പേര് വി.ഡി. സതീശൻ, കേരള മുഖ്യമന്ത്രി. അതായത് കേന്ദ്രത്തിൻ്റെ ഈ വഖഫ് നിയമത്തിന് കേരള സർക്കാരിൻ്റെ വലിയ പിന്തുണ ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുന്നു. ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി ഇപ്പോൾ മാറിയ പിണറായി വിജയനാണ്. അതായത് വഖഫ് സംബന്ധിച്ചുള്ള ബില്ല് വന്നപ്പോൾ ലോക്സഭയിൽ CPM എതിർത്തു. അന്ന് ഞങ്ങളോടൊപ്പം KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. നിയമസഭയിൽ LDFും UDFും സംയുക്തമായിട്ട് പ്രമേയം പാസ്സാക്കി എന്നൊക്കെയാണ് പിണറായി പറയുന്നത്. പക്ഷേ വഖഫ് ഒരു നിയമമായി വന്നപ്പോൾ അതിൽ 2 അമുസ്ലിങ്ങൾ വേണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിറവേറ്റിയില്ല. അതുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഷോൺ ജോർജിനും അതുപോലെ തന്നെ സ്റ്റാലിൻ ദേവനും ഒക്കെ അനുകൂലമായിട്ടുള്ള നിലപാട് കോടതി എടുത്തു. ഒരു കാര്യം വ്യക്തമാണ്, ഒരാഴ്ചത്തേക്ക് ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും മരവിപ്പിച്ചിരിക്കുന്നു. അപ്പോഴും പിണറായി പറയുന്നത് സുപ്രീം കോടതിയെ സമീപിക്കാം. അങ്ങനെ വഖഫിലെ അംഗങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. അപ്പോൾ ബില്ല് എന്താണ്, നിയമം എന്താണ് എന്നുള്ള ഒരു വ്യക്തതയില്ലാത്തതുകൊണ്ട് ഈ വഖഫിനെ സംബന്ധിച്ചുള്ള വിവാദം കൂടുതൽ കടുക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്നത് നിവൃത്തികേടുകൊണ്ട് 2 തരത്തിലുള്ള പോരാട്ടം ഇവർ ആവർത്തിച്ച് പറയുമല്ലോ. എല്ലാ രാഷ്ട്രീയക്കാരും പറയും ഞങ്ങൾ രാഷ്ട്രീയമായി നിയമപരമായി നേരിടും. അത് രണ്ടും ഒരേ സമയത്ത് ഇപ്പോൾ പിണറായി വിജയനും കേരളത്തിലെ ഇടതുപക്ഷവും ചെയ്യുന്നുണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഹൈക്കോടതിയുടെ വിധി അസന്നിഗ്ധമായ വിധിയാണ്. അത് ശാശ്വതമായ വിധിയല്ല. അന്തിമമായ വിധി വരുന്നത് വരെ ഈ ഒരാഴ്ചത്തേക്ക് മരവിപ്പിക്കുകയാണ് ചെയ്തത്. വഖഫ് ബോർഡിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മരവിപ്പിച്ചു. എന്തുകൊണ്ട്? അവിടെ വന്ന 4 ബില്ലുകൾ വന്നു, പ്രധാനപ്പെട്ട ബില്ലുകൾ. അതിലാദ്യം ഷോൺ ജോർജിന്റെ ഹർജിയാണ്. ഷോൺ ജോർജ് പറഞ്ഞത് ഈ വഖഫ് ബോർഡ് അപൂർണമാണ്. കാരണം കേന്ദ്രം പാസാക്കിയ നിയമം, രാജ്യത്തിന് മുഴുവൻ ബാധകമായ നിയമം നിലവിലുള്ളപ്പോൾ ആ നിയമത്തിലെ ക്ലോസുകൾ പാലിച്ചുകൊണ്ട് വേണം വഖഫ് ബോർഡിനെ നോമിനേറ്റ് ചെയ്യാൻ. പിണറായി വിജയൻ അവസാന കാലത്ത് പോകാൻ നേരത്ത്, അദ്ദേഹം പോകുമെന്ന് കരുതിയതല്ല, വലിയ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം വഖഫ് ബോർഡ് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കാരണം പഴയ വഖഫ് ബോർഡിന്റെ സമയം കഴിഞ്ഞു. ഇദ്ദേഹം മാത്രമല്ല, പഴയ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അന്നത്തെ ചെയർമാനായിരുന്ന സക്കീറിനെ പൊന്നാനി സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുപോയി. നിയമസഭാ തലത്തിൽ സ്ഥാനാർത്ഥിയായി. അദ്ദേഹവും അവിടെയും തോറ്റു. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. വഖഫ് ബോർഡിൽ പൊന്നാനിയിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന KS ഹംസ പകരം KS ഹംസയെ ചെയർമാനായി കൊണ്ടുപോകുന്ന രാഷ്ട്രീയ നിയമനാണ് ബോർഡ്. സത്യത്തിൽ ആ ബോർഡ് ഈ വഖഫ് ബോർഡാണെങ്കിൽ പോലും അവർക്ക് അടുത്ത 5 കൊല്ലം കാലാവധി ഉണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ വഖഫ് ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രാഷ്ട്രീയമായ നിയമനമായതുകൊണ്ട് പിണറായി വിജയൻ തോറ്റപ്പോൾ സത്യത്തിൽ ആ വഖഫ് ബോർഡ് രാജിവെച്ച് പോകേണ്ടതാണ്. അതാണ് ഒരു മര്യാദ. നിയമമല്ല കേട്ടോ, മര്യാദ അതാണ്. ചെയ്തില്ല. അപ്പോൾ ഷോൺ ജോർജാണ് ആദ്യം ഹൈക്കോടതി ചെന്നത്. അതായത് പുതിയ നിയമപ്രകാരം വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ രാജ്യത്ത് 29 വഖഫ് ബോർഡുകളുണ്ട്. എല്ലാ സ്റ്റേറ്റുകൾക്കും ഉണ്ട്, കേന്ദ്രത്തിനും ഉണ്ട്. ഏത് വഖഫ് ബോർഡ് നിയമിക്കുകയാണെങ്കിലും വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങൾ വേണം. അത് പാലിച്ചിട്ടില്ല. ആ 2 വഖഫ് ബോർഡിലെ 2 അമുസ്ലിങ്ങളെ സീറ്റ് ഒഴിച്ചിട്ടിട്ടാണ് 9 അംഗങ്ങളെ നിയമിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഇത് അപൂർണമാണെന്നാണ് ഷോൺ ജോർജ്. പക്ഷേ ഏറ്റവും ഒടുവിൽ വേറെയും ചില ബില്ലുകൾ ചെന്നു. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സംഘടന ചെന്നിട്ടുണ്ട്, മുനമ്പം ഇഷ്യൂ പറഞ്ഞിട്ട്. പ്ലസ് അതിൽ ഏറ്റവും ഒടുവിൽ ചെന്നത് സ്റ്റാലിൻ ദേവനാണ്. സ്റ്റാലിൻ ദേവൻ ഇത് അപൂർണമാണെന്ന് മാത്രമല്ല, ഇത് ഇല്ലീഗലാണ്. ഇൻകംപ്ലീറ്റ് ആണെന്നല്ല, ഇല്ലീഗലാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട, കോടതി വളരെ ഗൗരവമായിട്ട് എടുത്തത്. അതിലൊന്ന്, ഇല്ലീഗലാണെന്ന് പറഞ്ഞാൽ 2 അമുസ്ലിങ്ങളില്ലാത്തത് തീർച്ചയായിട്ടും ഇല്ലീഗലാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ വിഭാഗം മുസ്ലിങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വഖഫ് നിയമത്തിലുണ്ട്, ഭേദഗതി നിയമത്തിലുണ്ട്. ഇതിൽ സുന്നി വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. മറ്റാര് ഷിയാക്കളില്ല, മറ്റു വിഭാഗങ്ങൾ ആരുമില്ല. അതുകൊണ്ട് അത് ഒന്ന്. വേറൊന്ന്, വഖഫ് ഭൂമിയുടെ തർക്കങ്ങൾ മുഴുവനും റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ റവന്യൂ വകുപ്പിലെ ഒരു ജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇതിൽ വേണം. അതില്ല. നിർഭാഗ്യവശാൽ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടാണോ ഇനി അറിയാതെയാണോ എന്നറിയില്ല, പിണറായി വിജയന്റെ ഗവൺമെന്റ് നിയമിച്ചപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്റെ പ്രതിനിധിയായി എടുത്തേക്കുന്നത് നിയമവകുപ്പിൽ നിന്ന് ഒരാളെയാണ്. അത് അഡീഷണൽ സെക്രട്ടറി. ആ പോസ്റ്റും ശരിയല്ല, ഈ വകുപ്പും ശരിയല്ല. നാലാമത്തെ കാര്യം, അതാത് കാലത്ത് പ്രാബല്യത്തിലുള്ള ആ സംസ്ഥാനത്തെ ഒരു MLAയുടെ പ്രതിനിധി വേണം. ഒരു എംപിയുടെ പ്രതിനിധി ഭാഗ്യവശാൽ രാജ്യസഭാംഗമായതുകൊണ്ട് അത് തോറ്റിട്ടില്ല. റഹീമാണ്. അതുകൊണ്ട് MP ശരിയാണ്. MLA കുറ്റ്യാടിയിൽ നിന്ന് ജയിച്ചു വന്ന കുഞ്ഞമ്മദ് കുട്ടിയാണ്. കുഞ്ഞമ്മദ് കുട്ടി തോറ്റുപോയി ഈ ഇലക്ഷനിൽ. അദ്ദേഹം ഇപ്പോൾ MLA അല്ല.
അപ്പോൾ അതുകൊണ്ട് MLA അല്ലാത്ത ഒരാൾ MLAയുടെ കോട്ടയിൽ കയറിയിരിക്കുന്നു, അപ്പോഴും ഇല്ലീഗലാണ്. ഇങ്ങനെയുള്ള കാരണങ്ങൾ എണ്ണി പറഞ്ഞാണ് ഈ സ്റ്റാലിൻ ദേവന്റെ ഹർജി എന്നത്. അത് കണ്ടിട്ടാണ് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞത്. വഖഫ് ബോർഡിനോട് ചോദിച്ചു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ബാലിശമായൊരു മറുപടി വഖഫ് ബോർഡിന്റെ വക്കീൽ പറഞ്ഞു, അതെ ഞങ്ങളുടെ ഹർജി എന്താണെന്ന് ഞാൻ ഈ കേസ് വായിച്ചു നോക്കിയിട്ടില്ല, നേരം കിട്ടിയിട്ടില്ല. കോടതി വളരെ ഗൗരവമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വായിക്കാൻ ഞങ്ങൾ ഒരു ദിവസമല്ല ഒരാഴ്ച സമയം തരാം. അതുവരെ വഖഫ് ബോർഡ് പ്രവർത്തിക്കാൻ പാടില്ല, മരവിപ്പിച്ച് നിർത്തണം. ഇനി എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾക്ക് കാര്യത്തിന് ഒരാൾക്ക് ശമ്പളം കൊടുക്കാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ വിധി അനുസരിച്ച് മിനിഞ്ഞാന്നത്തെ വിധി അനുസരിച്ച് കേരളത്തിലെ വഖഫ് ബോർഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നു. അങ്ങനെയാണല്ലോ ഒരു ബോഡി മരവിപ്പിച്ചാൽ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് അടുത്ത ബുധനാഴ്ചക്ക് മുമ്പ് വഖഫ് ബോർഡിന് പറയാനുള്ളത് കേരള ഹൈക്കോടതിയെ ബോധിപ്പിക്കാം. കേരള ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ ഹൈക്കോടതി തന്നെ സമയം കൊടുത്തിരിക്കുമ്പോൾ ഈ വഖഫ് ബോർഡ് ചെയ്ത പണി എന്താണെന്നറിയോ? നേരെ സുപ്രീം കോടതിയിൽ ഈ വിധി ഇനിയിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് മുഴുവൻ എങ്ങനെയാണ് ജനങ്ങളെ പറ്റിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ 2 എണ്ണം ഒഴിച്ചിട്ടുണ്ടല്ലോ, അതാണ് പൂർത്തിയാക്കുക. പിണറായി വിജയൻ ചെയ്തതിന്റെ ബാക്കി ചെയ്യലാണോ പുതിയ ഗവൺമെന്റ് പണി? അദ്ദേഹം ചെയ്ത അപൂർണമാണ്, നിയമലംഘനമാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുക. രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചോദിക്കുന്നത് എന്താ? അതേ ഇപ്പൊ ചോദിക്കുന്നത് ഞങ്ങളൊക്കെ ചേർന്നിട്ട് ശ്രീ വി ഡി സതീശന്റെ പാർട്ടിയും ഞങ്ങളും ഒക്കെ ചേർന്ന് പാർലമെന്റിലും കേരള നിയമസഭയിലേക്ക് ഒരുമിച്ച് ഈ നിയമത്തെ എതിർത്തതല്ലേ? എതിർക്കാമല്ലോ. രാജ്യത്തൊരു ബില്ല് വന്ന് നാഷണൽ ഡിബേറ്റ് നടക്കുമ്പോൾ ആർക്കും ആ ഡിബേറ്റിൽ പങ്കെടുക്കാം. അണ്ടിൽ ആൻഡ് അൺലെസ് ഏതുവരെ വൺസ് ആ ബില്ല് ആക്റ്റായി നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ നിയമമാണ്. പിന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഒരാൾ അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല. മാത്രമല്ല ആ നിയമം പാസ്സായതിനു ശേഷം അദ്ദേഹം കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വഖഫ് ബോർഡിൽ ആ നിയമം പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിന്റെ നിയമത്തെ അദ്ദേഹം ധിക്കരിക്കുക ചെയ്തത്. എന്നിട്ടിപ്പോൾ ന്യായീകരിക്കാനിരിക്കുന്നു. അതൊന്ന്. പിന്നെ അദ്ദേഹം പറയുന്നത് വഖഫ് ബോർഡിന് യോഗം ചെയ്യാൻ തടസ്സമില്ല. വഖഫ് ബോർഡേ പ്രവർത്തിക്കാൻ പാടില്ല. യോഗം മാത്രമല്ല, പ്രവർത്തിക്കാനേ പാടില്ല. ഒരൊറ്റ അംഗവും നിലവിലില്ല ഇപ്പോ ഈ ഒരാഴ്ച. എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം പ്രഖ്യാപിച്ച ഹൈക്കോടതി വിധി ഉള്ളപ്പോഴാണ് ഈ കോടതിയിൽ എന്താണ് കുഴപ്പമില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് 9 പേരിൽ 5 പേരുണ്ടെങ്കിൽ 9 എങ്ങനെ 5 പേര് യോഗം ചേരുക? ഒരാൾ യോഗം കൂടാനേ പാടില്ല. യോഗം വിളിച്ചാൽ ഇല്ലീഗലാണ്. ഇപ്പോൾ ഈ ആഴ്ചയിൽ എങ്ങാനും വഖഫ് ബോർഡ് യോഗം വിളിച്ചാൽ ഇല്ലീഗലാണ്. ഇനി വഖഫ് ബോർഡിനോട് പറഞ്ഞത് നിങ്ങൾ അടുത്ത ബുധനാഴ്ച വന്ന് മറുപടി പറയൂ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ എന്നാ. അപ്പൊ അതിന് പോകണതിന് കാത്തു നിൽക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതി പോവാണ്. വഖഫ് ബോർഡ് ചെയർമാനും വഖഫ് ബോർഡ് പോയിട്ടുണ്ട്. പ്ലസ് അതിനകത്ത് മെമ്പറാണ് മുക്കം ഉമർ ഫൈസി, അദ്ദേഹത്തെയും പറഞ്ഞയച്ചു. അത് മുസ്ലിം സംഘടനകളുടെ ഭാഗമായിട്ട് പോയി. ഇനി ഇപ്പോ പറഞ്ഞ വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഈ ബില്ലിനെതിരായിട്ട് പാർലമെന്റിൽ സംസാരിച്ചാണ്. ശരിയാണ്, ബില്ലിനെതിരെ പാർലമെന്റിൽ സംസാരിക്കാം, CPM സംസാരിക്കാം, കോൺഗ്രസ് സംസാരിക്കാം. ഇനി പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിനെതിരായിട്ട് ബില്ല് ഒരൊറ്റ വകുപ്പേ ഉള്ളൂ. പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തിനെതിരെ നിയമപരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോടതി പറയാം. അങ്ങനെയല്ലേ നിയമം രാജ്യത്ത്? ഇയാൾക്ക് അതിന്റെ പ്രാഥമികമായ ധാരണയില്ലാതെ സംസാരിക്കുക, ജനങ്ങളെ പറ്റിക്കുക. എന്നിട്ട് ഇനിയിപ്പോൾ അദ്ദേഹം ചോദിക്കും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങൾ നീണ്ട ഡിബേറ്റ് പാർലമെന്റിൽ കഴിഞ്ഞിട്ട് JPCക്ക് വിട്ട് ആ ചർച്ച മുഴുവനും കഴിഞ്ഞിട്ടാണ് നിയമം പാസ്സാക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം ചോദിക്കുക 2 അമുസ്ലിം അംഗങ്ങൾ വേണമെന്ന് പറയുന്നത് ശരിയാണോ? എന്താ തെറ്റ്? അതിന് കാരണം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന എണ്ണമറ്റ വഖഫ് തർക്കങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട തർക്കം മുസ്ലിം സംഘടനകൾ തമ്മിലാണ്. അതിൽ രമ്യമായൊരു തീരുമാനമെടുക്കാൻ ഇപ്പൊ ഞാനും സിനുജിയും തമ്മിൽ തർക്കമുണ്ട്. ഞങ്ങൾ 2 പേരും ഒരേ സമുദായത്തിലെ 2 വിഭാഗങ്ങളെ നേരിച്ചോളൂ. അവിടെ ഈ സമുദായത്തിന് പുറത്തുനിന്ന് ഒരാളുണ്ട്, തോമസ് സാറെ നേരിച്ചോളൂ. അപ്പൊ തോമസ് സാറ് ഇങ്ങനെയല്ലേ, അതിന് ന്യായമായ ഒരു തീരുമാനം രമ്യതയുമായി പരിഹരിക്കാൻ പറ്റും, കോടതി പോകാതെ തീർക്കാൻ പറ്റും. അതിനാണ് 2 അമുസ്ലിങ്ങൾ. എന്താ 2 അമുസ്ലിങ്ങളെ വെച്ചാൽ കുഴപ്പം? ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ പാർട്ടിയിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ റാങ്ക് വാങ്ങിയ നേതാക്കന്മാരുണ്ടല്ലോ. ഇപ്പോൾ വിജയരാഘവന്റെ റാങ്ക് ഞാൻ മനസ്സിലാക്കുന്ന ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ്, മലപ്പുറത്തുകാരനുമാണ്. നിങ്ങൾ വിജയരാഘവനെ വെക്കടോ? നിങ്ങൾ എന്തിനാ ഒരു നിയമത്തെ ലംഘിക്കാൻ നിൽക്കുന്നത്? രാജ്യം പാസ്സാക്കിയ ഒരു നിയമത്തിൽ ഒരു 2 അമുസ്ലിങ്ങൾ വന്നാൽ ഒരു ബോർഡിൽ പോട്ടെ, 11 പേരുള്ള ഒരു ബോർഡിൽ 2 അമുസ്ലിങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷം അട്ടിമറിക്കൊന്നുമില്ലല്ലോ. ഇവർ ഈ 9 പേരെ പിണറായി വിജയന് രാഷ്ട്രീയമായി പറ്റിയ ആളുകളെ വെക്കുമ്പോൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് പറ്റിയ 2 അമുസ്ലിങ്ങളെ വെക്ക്. അതിനെന്താ കുഴപ്പം? സതീശനും അങ്ങനെ വെക്കട്ടെ. നിയമം പാലിക്കണ്ടേ, നിയമത്തെ മാനിക്കണ്ടേ? രാജ്യം പാസ്സാക്കിയൊരു നിയമമല്ലേ? എന്നിട്ട് ഇപ്പൊ പറയാണ് വി ഡി സതീശൻ അല്ല എന്താണ് KC വേണുഗോപാൽ പാർലമെന്റിൽ ബില്ലിനെ എതിർത്തു. നിയമത്തെ എതിർക്കാൻ പാടുണ്ട്. നിയമത്തെ എതിർക്കുന്നതിന്റെ രീതി അതല്ലല്ലോ. നിയമത്തിനോട് നിങ്ങൾക്ക് വിരോധം ഉണ്ടെങ്കിൽ അത് ഇന്ന കാരണങ്ങളാൽ കോൺസ്റ്റിറ്റ്യൂഷനിലാണെന്ന് പറഞ്ഞിട്ട് പാർലമെന്റ് ഇപ്പോൾ കോടതിയിൽ പോകാം. അതൊന്നും ചെയ്യുന്നതിന് പകരം ഇപ്പോൾ
ഇങ്ങനെ ഇപ്പൊ എന്നിട്ട് പറയാൻ ഭീഷണി എന്താണെന്നറിയോ? അതിനകത്തെ ചീപ്പ് പൊളിറ്റിക്സ് അതാ പിണറായി വിജയൻ പറയണത്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് മറ്റു മതസംഘടനകളിലേക്കും വരാം. ഏത് ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങൾ വേണമെന്നൊക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ടാലോ അത് വരട്ടേടോ, നാഷണൽ ഡിബേറ്റ് വരട്ടെ, അതിനെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യും. എന്നിട്ട് രാജ്യത്തിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിയമമാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നെ മരുമോനെ ആരെങ്കിലും ദേവസ്വം ബോർഡിൽ എടുത്തോ, നമുക്കെന്താ വിരോധം? പക്ഷെ രാജ്യത്തെ നിയമപ്രകാരം ആയിരിക്കണം പ്രവർത്തിക്കുന്നത്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക, അതിന് വിരുദ്ധമായിട്ട് വഖഫ് ബോർഡ് ഉണ്ടാക്കുക. എന്നിട്ട് പ്രതിസന്ധി വരുമ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ട് നിയമവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുക. പിണറായി വിജയൻ ഈ ചെയ്യുന്നത് ജനങ്ങളെ പറ്റിക്കലാണ്. പറ്റിക്കുന്നതിന് കണക്കുണ്ട്. പിണറായി വിജയൻ ഇപ്പൊ തന്നെ ജനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ. അല്ല, അതിന് മറ്റു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ സർക്കാരെ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടാത്ത, അല്ല നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യാത്ത? അപ്പം സതീശൻ സർക്കാർ പറയുന്നത്, കോടതി പറയുകയാണെങ്കിൽ വഖഫ് ബോർഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതായത് പുതിയ ആളുകളെ വെച്ചുകൊണ്ട് നീ ചെയ്യാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം? 5 വർഷം വരെ നിലവിലെ വഖഫ് ബോർഡ് മുന്നോട്ട് പോകണം, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് വി.ഡി. സതീശൻ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു. എത്ര വളഞ്ഞ വഴിയാണ്! കാരണം നരേന്ദ്രമോദിയുമായിട്ട് യാതൊരു അടുപ്പമില്ലാത്ത ആളായിരുന്നു വി.ഡി. സതീശൻ. അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴാണ് നേരിട്ട് കാണാൻ പോകുന്നത് തന്നെ. ഇവിടെ പിണറായി വിജയൻ ഉന്നയിക്കുന്നതൊക്കെ തന്നെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് ബാലിശമായ വാദങ്ങൾ ഉന്നയിച്ചിതാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കുന്നു. ആണ് മറ്റല്ല. സതീശനെ നമുക്ക് പറഞ്ഞ സതീശനോടും സതീശന്റെ ഗവൺമെന്റിനോടും രാഷ്ട്രീയമായ വിയോജിപ്പുള്ളത് വേറെ പറയാം. ഈ കേസിൽ ഇന്നലെ നമ്മുടെ ഹൈക്കോടതിയിൽ വഖഫ് ബോർഡിന്റെ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് കേരള ഗവൺമെന്റിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സതീശന്റെ ഗവൺമെന്റ് പറഞ്ഞത് അല്ലാതെ ഒരു ഗവൺമെന്റിനും മറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ? രാജ്യത്തൊരു നിയമം നിലവിലുണ്ട്. ആ നിയമപ്രകാരം ഇല്ലീഗലാണ് ഇപ്പൊ ഈ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിനെ പിരിച്ചുവിടാൻ ഒരാൾക്കും വകുപ്പില്ല. അത് വെറുതെ തെറ്റിദ്ധരിക്കുക ആളുകൾ. പിരിച്ചുവിടണമെങ്കിൽ ക്ലോസ് ബൈ ക്ലോസ് 4-5 കാര്യങ്ങൾ ഒത്തുവരണം. പിരിച്ചുവിടാനൊന്നും ഒരു ഗവൺമെന്റിന് അവകാശമില്ല. സതീശൻ ഗവൺമെന്റ് വിചാരിച്ചാൽ പിരിച്ചുവിടാൻ പറ്റില്ല. വഖഫ് ബോർഡ് 5 കൊല്ലത്തേക്കാണ് അതിന്റെ കാലാവധി. 5 കൊല്ലത്തിനുള്ളിൽ അത് പിരിച്ചുവിടണമെങ്കിൽ അതിന് ന്യായമായ കാരണങ്ങൾ വേറെ ഉണ്ടാവണം. ഇതൊന്നും ഒരു കാരണങ്ങളല്ല. അംഗങ്ങളുടെ എണ്ണം കുറവാണെന്ന്. പക്ഷേ ഇത് പിരിച്ചുവിടാൻ ആർക്കെങ്കിലും അധികാരമുണ്ടെങ്കിൽ കോടതിക്കേ ഉള്ളൂ. അതുകൊണ്ട് അത് പിരിച്ചുവിടാൻ ന്യായമുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിക്കുകയാണ് സതീശൻ ചെയ്തത്. പിരിച്ചു വിട്ടു കഴിഞ്ഞാലുള്ള ഗുണം എന്താ? പുതിയ വഖഫ് ബോർഡ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് വി.ഡി. സതീശനാണ്. അപ്പൊ കേന്ദ്രത്തിന്റെ നിയമം പാലിക്കാം, ഇവരുടെ രാഷ്ട്രീയം തീർച്ചയായിട്ടും ഇവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാനിക്കാം, അവർക്ക് പറ്റിയുള്ള നിയമിക്കാം. ഒക്കെ നിയമിച്ചാലും നിയമം ഒരു വളയമുണ്ടല്ലോ, അത് പാലിച്ചുകൊണ്ടല്ലേ കളിക്കാൻ പറ്റുള്ളൂ. സതീശൻ ഈ സമയത്ത് ഇതിന്റെ പേരിൽ ഞാൻ ചോദിക്കട്ടെ, വേറെ ഏത് ഗവൺമെന്റ് വന്നാൽ ഇന്നലെ കേരള ഹൈക്കോടതിയിൽ ഇതല്ലാത്തൊരു സ്റ്റാൻഡ് ഏത് ഗവൺമെന്റ് എടുക്കാൻ പറ്റും? അതിലൂടെ സതീശൻ BJP ചേർന്നു, സതീശൻ RSS ആയി, സതീശൻ ഇതൊക്കെ വളരെ ബാലിശമായ വാദങ്ങളാണ്. സതീശൻ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടതാണ് ഇന്നലെ കോടതിയിൽ ചെയ്തത്. ആ കോടതി എന്താ ചെയ്തത്? പിണറായി വിജയൻ നിയമിച്ച വഖഫ് ബോർഡിന് പറയാനുള്ളത് എന്താണെന്ന് അടുത്ത ബുധനാഴ്ചക്കുള്ളിൽ വന്ന് പറയണമെന്നാ പറഞ്ഞു. അതെന്തുകൊണ്ടാ? ഞങ്ങളിത് നോക്കിയിട്ടില്ല സാർ എന്ന് കോടതി പോയി പറഞ്ഞു. അപ്പോഴാണ് എന്നിട്ട് എന്നാ മാന്യമായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ KS ഹംസക്കും കൂട്ടരും ഒരാഴ്ച സമയം കിട്ടിയല്ലോ, കോടതിയിൽ എടുക്കേണ്ട സ്റ്റാൻഡൊക്കെ എടുത്ത് വക്കീലന്മാരോട് ആലോചിച്ച് പിണറായി വിജയനോടൊക്കെ ആലോചിച്ചിട്ട് കോടതി പോയി പറഞ്ഞാൽ പോരെ? അതിന് നേരമില്ല. ഈ ഹൈക്കോടതി വിധിയെ മറികടക്കാൻ സുപ്രീം കോടതി പോയി. ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഒരു പ്രാഥമികമായ നിയമബോധം വെച്ച് എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി ഒറ്റ തട്ട് കെട്ടും ഹൈക്കോടതിയിലേക്ക്. ഒരാഴ്ചയിൽ നിങ്ങൾ 6 കൊല്ലം 5 കൊല്ലം കാത്തിരിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒരാഴ്ച കാത്തിരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ ശല്യപ്പെടുത്താൻ വന്നോ എന്ന് സാമാന്യ ബോധമുള്ള സുപ്രീം കോടതി ബെഞ്ച് ചോദിക്കാനാണ് സാധ്യത. ഇങ്ങോട്ട് തട്ടിവിടാം. കാണാം നമുക്ക്. ഏതായാലും സാറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും വളരെ കൺവിൻസിങ് ആൻഡ് ഇംപ്രസീവായിട്ട് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രീണനം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള എന്നാണ് ഈ കളികളുടെ പിന്നിൽ. ആ പ്രീണനമൊക്കെ ആൾക്കാർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഇലക്ഷനിൽ വന്നേ എന്നുള്ളത്. അയാൾ മാത്രം ഒന്നും പഠിക്കുന്നില്ല. തോറ്റ് അമ്പിയിട്ട് ജനങ്ങൾ മുഴുവൻ നാട് നീളം നടന്ന് കല്ലെറിഞ്ഞിട്ട് ഇയാൾ പഠിക്കുന്നില്ല. അതല്ല ഇപ്പൊ വീണ്ടും ന്യായീകരിക്കുന്നത് വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ. പിന്നെ ഈ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ച അസംബ്ലിയിൽ നടന്നപ്പോൾ 140 140 പേര് സപ്പോർട്ട് ചെയ്തായിരുന്നു. സാധാരണ നമ്മുടെ അസംബ്ലിയിൽ വേറെ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഇതേപോലെ സപ്പോർട്ട് കിട്ടാറുള്ളൂ. അത് സാലറി എന്തെങ്കിലും. ആരും എതിർപ്പുണ്ടാവില്ല. എന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോയ ഈ ഒരു നീക്കം, വഖഫ് ബോർഡിന്റെ നീക്കം, അത് എന്തായിരിക്കും? അതിന്റെ കൂടെ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാണാം. തീർച്ചയായിട്ടും.